വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അത്രയും ചൂടും പുറത്തിറങ്ങിയാൽ അതിഭയങ്കരമായ ക്ഷീണവുമാണ്. സൂര്യതാപം ഏൽക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. അന്തരീക്ഷത്തിലെ ചൂട് ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങളെ തകരാറിലാക്കുന്ന അവസ്ഥയാണ് സൂര്യാഘാതമെന്ന് പറയുന്നത്. വളരെ ഉയർന്ന ശരീരതാപം, ശരീരത്തിലെ അമിതമായ ചൂട്, തലകറക്കം, മന്ദഗതിയിലെ ഹൃദയമിടിപ്പ്, മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ എന്നിവയോടൊപ്പം ചിലപ്പോൾ അബോധാവസ്ഥയ്ക്കും കാരണമാകാം. സൂര്യാഘാതത്തേക്കാൾ കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് സൂര്യതാപം. കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്താൽ നേരിട്ട് വെയിലേൽക്കുന്നവരുടെ ശരീരഭാഗങ്ങൾ ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം, തലകറക്കം, തലവേദന, പേശിവലിവ്, ഛർദി, അസാധാരണമായ വിയർപ്പ്, കഠിനമായ ദാഹം, മൂത്രത്തിന്റെ അളവ് കുറയൽ, മൂത്രം കടും മഞ്ഞ നിറമാവുക എന്നിവയാണ് സൂര്യതാപത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ചൂടിന്റെ അളവ് കൂടിയിരിക്കുന്നതിനൊപ്പം തന്നെ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോതും ഇന്ന് കൂടിയിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ജില്ലകളിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോത് കൂടുതലാണെങ്കിലും ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും ജാഗ്രതയില്ലാതെ മുന്നോട്ടു പോവുകയാണ്. പകൽ സമയത്ത് അമിതമായ ചൂടിൽ പുറത്തിറങ്ങുമ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ ബാധിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും. ചർമ്മത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടൽ, DNA തകരാറുകൾ, ത്വക്കുരോഗം, നേത്രരോഗം, തിമിരം, അലർജികൾ, സൂര്യതാപം, ചർമാർബുദം ഇവയെല്ലാം അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അപകടവശങ്ങളാണ്. നിരവധി മുന്നറിയിപ്പുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്നുണ്ട്. അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇവയൊക്കെ പാലിച്ച് മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ധാരാളമായി വെള്ളം കുടിക്കണം. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 2 മുതൽ 4 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണമെന്നാണ് നിർദ്ദേശം. മാത്രമല്ല, ധാരാളം വിയർപ്പുള്ളവർ ഉപ്പിട്ട കഞ്ഞിവെള്ളവും ഉപ്പിട്ട നാരങ്ങ വെള്ളവും കുടിക്കണം. ഒപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കട്ടി കുറഞ്ഞ വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നത്. ശക്തമായ വെയിലത്ത് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ തണലത്തേക്ക് മാറി നിൽക്കുകയും വെള്ളം കുടിക്കുകയും വേണം. ഇതിനിടെ കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് മുതിർന്നവരാണ്. കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത്. ചൂട് കൂടുതലുള്ള അവസരങ്ങളിൽ കഴിവതും വീടിനകത്തോ മരത്തണലിലോ വിശ്രമിക്കുക. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും കുഞ്ഞുങ്ങളുടെയും മറ്റു രോഗങ്ങൾക്ക് ചികിത്സയെടുക്കുന്നവരുടെയും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിനകത്ത് ധാരാളം കാറ്റുകടക്കുന്ന രീതിയിലും വീടിനകത്തെ ചൂട് പുറത്തു പോകത്തക്ക രീതിയിലും വാതിലുകളും ജനലുകളും തുറന്നിടണം. വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റും കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതെ ഇരിക്കുക. പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ പുരട്ടാനും കുട ഉപയോഗിക്കാനും മറക്കരുത്. ഇത്രയും കാര്യങ്ങളെങ്കിലും കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വേനലിനെ മറികടക്കാൻ അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.